ഇതെനിക്ക് തോന്നുന്നു വേൾഡ് കപ്പിലെ ഫൈനൽ തോറ്റേണ്ട ഒരു അവസ്ഥ പോലെയുള്ളൂ ഇങ്ങനെ കരച്ചിൽ കണ്ട ഇല്ലേ. അന്ന് മെസ്സി കരഞ്ഞപ്പോ അഹഹ, ഇന്ന് റൊണാൾഡോ കരഞ്ഞപ്പോ ഹുഹുഹു, എന്തൊക്കെയാണല്ലേ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ മൊത്തമായിട്ട് ഈ അൽഹിലാൽ അൽനസറിൽ നമ്മുടെ അൽനസർ തോറ്റപ്പോ ഇപ്പൊ വരുന്നത് അതായത് റൊണാൾഡോ അത് കപ്പ് കിട്ടാതെ, അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ലോക ഫുട്ബോൾ അദ്ദേഹത്തിന്റെ കാൽ കീഴിലെത്തിയിട്ട് ഈ കളിപ്പാട്ടം കിട്ടാത്ത കൊച്ചു കുട്ടികളുണ്ടല്ല, കളിപ്പാട്ടം കിട്ടാത്ത കുട്ടികളെ പോലെ കിടന്നിട്ട് ഈ കരയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി മതി, എത്രത്തോളം അങ്ങനെ ഫുട്ബോൾ നെഞ്ചിലേറ്റിട്ടുണ്ട്. നമ്മൾ ഈ കമന്റ് ചെയ്യുന്ന ഞാൻ ഈ പറയുന്ന നിങ്ങളും എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് ഈ ഫുട്ബോൾ. നിങ്ങളും ഗ്രൗണ്ടിൽ ഏത് കളിയായിക്കോട്ടെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കളിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിം നിങ്ങൾ ജയിക്കണമെന്ന് ആഗ്രഹിച്ച് ആത്മാർത്ഥമായിട്ട് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തോറ്റു കഴിയുമ്പോൾ ചില ആൾക്കാർ കരയും, ചില ആൾക്കാർ കരയില്ല, ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കും. ഇത് പൊതുവേ നടക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ വിമർശനം അത് പരസ്പരം എന്ന് പറഞ്ഞാൽ അതില്ലാന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്താണെങ്കിലും വിമർശിക്കുന്നവരുണ്ടല്ലോ ഇനിയും പൂർവാധികം ശക്തിയോടെ തന്നെ വിമർശിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങളൊരു അതിൻ്റെ ഇടയിലൊരു ഡയലോഗ് പറഞ്ഞിരുന്നു, അന്ന് സംഭവിച്ചപ്പോൾ ഇതൊന്നും അല്ലായിരുന്നല്ലോ, നല്ലോണം